ാണെങ്കിലും ശരി, വേറെ ഏതിലാണെങ്കിലും ശരി, നമ്മളത് അംഗീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവതരിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഈ കശ്ഫുമായി ബന്ധപ്പെട്ട വിഷയം, ജിന്നുബാധയുമായി ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ നാരിയത്ത് സ്വലാത്തിൻ്റെ വിഷയമൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് നിങ്ങൾ പറയൂ, നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതിൽ 25ാമത്തെ ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ജിന്നുബാധയുണ്ടോ അനസ് മൗലവി? ജിന്നു ബാധിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾക്ക് ജിന്നു ബാധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മന്ത്രിക്കുമ്പോൾ ജിന്ന് ഹാളിറാകുമോ? ഹാളിറായാൽ അതിനോട് പുറത്തു പോവാൻ പറയൽ ശിർക്കും കുഫറുമാണോ? ഇതിനൊരു ഉത്തരം നിങ്ങൾ പറയുക. ഇത് 25ാമത്തെ ചോദ്യമാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 26ാമത്തത്, ധാരാളം പണ്ഡിതന്മാർ ജിന്നുകളോടുള്ള സഹായം ചോദിക്കലിൽ ചിലത് വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റാണോ, തിരുത്തേണ്ടതാണോ? ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള തർക്കം കഴിഞ്ഞു. ഇനി ആണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രബന്ധമുണ്ടാക്കി അവരെ ബോധ്യപ്പെടുത്താൻ KJU അഥവാ KNMൻ്റെ KJU ഒരുക്കമാണോ? നിങ്ങളൊരു പ്രബന്ധം ഉണ്ടാക്കിയിട്ട് ഇത് പണ്ഡിതന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഈ വസീലത്തു ഷിർക്കുള്ള ഫത്വ, അങ്ങനെ പറയപ്പെട്ടിട്ടുള്ള ഫത്വകളും കിതാബുകളൊക്കെ ഒന്ന് പിൻവലിക്കാൻ, ആ വിഷയത്തിൽ അവരുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഒരു പ്രബന്ധമുണ്ടാക്കി നിങ്ങൾ അങ്ങോട്ട് അയക്കാൻ തയ്യാറാണോ? അത് 26ാമത്തെ ചോദ്യമാണ്. 27ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ജിന്നുകളോട് സംസാരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പാമ്പിനൊരു സ്വഹാബി കൊന്നത് ആ പാമ്പ് ജിന്നായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അതേപോലെ തന്നെ ജിന്ന് ബാധിച്ച ഒരാളെ മന്ത്രിക്കുമ്പോൾ ജിന്നുകൾ ഹാളിറാവുന്ന ധാരാളക്കണക്കിന് സംഭവങ്ങൾ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചതാണ്. അതേപോലെ തന്നെ പല വേഷത്തിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലൊക്കെ വന്നതുപോലെ ജിന്നുകൾ വരുന്നത്. ഇങ്ങനെ ജിന്നുകൾ വന്നാൽ അത്തരമൊരു സാഹചര്യത്തിന് പറയാൻ പറ്റുന്ന പദം എന്താണ്? ഉദാഹരണത്തിന് ഞാൻ വ്യാവഹാരിക തലം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഒരുപാട് അതിനെ പരിഹസിച്ച് സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത്തരം വാക്കുകളെയൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്? അത്തരമൊരു സാഹചര്യത്തിന് എന്നാൽ പറയാൻ പറ്റുന്നൊരു വാക്ക് നിങ്ങൾ പറയും. ഒരു ജിന്ന് നമ്മളുടെ അടുക്കൽ വരുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ, അപ്പോൾ എന്താണ് ജിന്നെ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ജിന്ന് വന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഈ പാമ്പുകൾ, മുസ്ലിമീങ്ങളായിട്ടുള്ള ജിന്നുകൾ പാമ്പുകളുടെ രൂപത്തിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. അതേപോലെ തന്നെ ജിന്ന് ബാധിച്ച ഒരാളോട് ഉഖ്റുജു അദുവല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുകയും അവർ കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകുന്നതല്ല, അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പദം എന്നാൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തെ നിങ്ങൾ നിഷേധിക്കരുത്. അത്തരം സാഹചര്യങ്ങളിലുള്ളതെല്ലാം ഷിർക്കാണ് എന്നും നിങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ള 27ാമത്തെ ചോദ്യം. പിന്നെ ഇനി അവസാനമായി ചില ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ പറയാം. ഈ അവസാന ചോദ്യത്തിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജബ്ബാർ മൗലവി വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ച ആളുടെ ആ ഒരു പണിയാണ് ഇവിടെ എടുക്കുന്നത്. അതിലൂടെയാണ് ഈ കശ്ഫ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നാരിയത്ത് സ്വലാത്തിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്തോ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഊഹങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് തിരിച്ചു ചോദിക്കുവാനും ഞാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ വ്യക്തമായ മറുപടി ഇതിന് പറയണം. 28ാമത്തെ ചോദ്യമായിട്ട് തന്നെ കണ്ടോളൂ. അഹ്ലുസുന്നയുടെ ആദർശം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കേരള നദുവത്തുൽ മുജാഹിദീനിൽ തന്നെ ഹദീസ് നിഷേധികളായ ആളുകൾ എങ്ങനെ വന്നു? കാരണം അഹ്ലുസുന്നക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഹദീസുകളെ, അഥവാ സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കുക എന്നുള്ളത്. എന്നിരിക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിച്ച ഹദീസുകൾ പോലും തള്ളുന്ന ഒരു വിഭാഗം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എങ്ങനെ വന്നു? ഏതെങ്കിലും ഗൂഢപദ്ധതികൾ അതിൻ്റെ പിന്നിലുണ്ടോ? 29 സിഹ്ർ ഫലിക്കില്ല എന്ന മുഅ്തസിലി ചിന്താഗതി ഉള്ളവർ എങ്ങനെ KNMലുണ്ടായി? അമാനി മൗലവി അടക്കം പറഞ്ഞിട്ടുണ്ട് സിഹ്റിനെ നിഷേധിക്കുന്നത് മുഅ്തസിലിയാക്കളാണ്. ഇമാം ഖുർത്തുബി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് അങ്ങനെ സിഹ്ർ ഫലിക്കില്ല എന്ന് പറയുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായി, അവർ നേതൃത്വത്തിൽ വരുന്ന ഒരു പ്രസ്ഥാനമായി മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെ മാറി? ആരുടെ പദ്ധതിയാണ് വിജയിച്ചത്? ആരായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്?
നിങ്ങളത് വ്യക്തമാക്കണം അനസ് മൗലവി, നമുക്കെല്ലാവർക്കും വേണ്ടിയാണത് ഈ ചോദ്യങ്ങൾ. 30-ാമത്തത്, സിഹർ ഫലിക്കില്ല എന്ന വാദം ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾക്കെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, പോകട്ടെ. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് എന്ന് KJU വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇത് ഹുസൈൻ മടവൂർ പറഞ്ഞതാണ്, 2019 പറഞ്ഞതാണ്. ഞാൻ ആ വർഷം പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? KNMൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പറയുന്നത്. KNMൻ്റെ KJUവിൻ്റെ തീരുമാനമാണ് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന്. ഇതൊരു പുത്തൻ വാദമല്ലേ? ഷിയാക്കൾ പോലും അങ്ങനെ വാദിച്ചിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടില്ലേ? ഈ പുത്തൻ വാദം പറയുന്നവർ, പുത്തൻ വാദം മാത്രമല്ല, ഇത് ഫലിക്കുന്ന വിശ്വസിക്കുന്ന KNMലെ എത്ര ആളുകളുടെ പേരിലാണ് ഈ ഷിർക്കാരോപണം? അനസ് മൗലവി ഇത് ചില്ലറക്കാരിയാണോ? നിങ്ങൾ ഞങ്ങൾക്കില്ലാത്തൊരു വാദം ശരിക്കും കെട്ടിച്ചമച്ചുണ്ടാക്കി നിങ്ങൾ അതിന് മറുപടി പറയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമല്ല. സിഹർ ഫലിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഫലിക്കുന്നു വിശ്വസിക്കുന്നവർ KNMലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഷിർക്കിലാണെന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥ KNMൽ എങ്ങനെ ഉണ്ടായി? നിങ്ങളൊന്ന് ഉത്തരം പറയൂ. 31-ാമത്തെ ചോദ്യം, ബുദ്ധിക്ക് യോജിക്കുന്ന ശാസ്ത്രം തെളിയിച്ച ഹദീസുകൾ മാത്രമേ സ്വീകരിക്കൂ എന്ന വാദം KNMൻ്റെ വേദിയിൽ എങ്ങനെ ഉയർന്നു കേട്ടു? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഇവിടെ ചേകന്നൂരുണ്ടായി, അതേപോലെ തന്നെ CN എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അദ്ദേഹം ഒരു തഫ്സീർ എഴുതിയപ്പോഴല്ലേ അമാനി മൗലവിക്ക് വരെ തഫ്സീർ എഴുതേണ്ടി വന്നത്? ഹദീസുകളെയും മറ്റൊക്കെ നിഷേധിച്ച് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഹദീസിനെയും ഖുർആനിലെ ആയത്തിനെയും വ്യാഖ്യാനിക്കുന്ന ഒരു രീതി വന്നപ്പോഴല്ലേ ശക്തമായി നമ്മൾ ഇടപെട്ടത്. എന്നിരിക്കെ ഹദീസുകളൊക്കെ ലബോറട്ടറിയിലേക്ക് പറഞ്ഞയക്കണം എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായത് എങ്ങനെ? അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ? നിങ്ങൾ ഉത്തരം പറയണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അനസ് മൗലവി, ഞാനിവിടെ ചോദിച്ച ചോദ്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ സംസാരം ഇന്നലെ വന്നു, ഞാൻ ഇന്ന് തന്നെ അതിന് മറുപടി പറഞ്ഞു. അതിന് മുമ്പുള്ള പല വിഷയങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറുപടി പറയാതിരുന്ന പലതും മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാലും ഇതിന് ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞത് ഇതിലൊരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടായി എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലായിട്ടില്ല എന്ന തോന്നലുണ്ടായതുകൊണ്ടും തിരിച്ചു പല ചോദ്യങ്ങളും ചോദിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായതുകൊണ്ടുമാണ് ഞാനിത് ചോദിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അവിടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വലുതാക്കാനോ പരസ്പരം ഒരുപാട് ദൂരേക്ക് അകന്നു പോകാനോ ഉള്ള നിയത്തോടു കൂടി നിങ്ങൾ ചർച്ചയിൽ ഏർപ്പെടരുത്. മറിച്ച് വിഷയം പഠിക്കാൻ വേണ്ടി മാന്യമായി ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ആവാം. ആരും ആരെയും പരിഹസിക്കണ്ട. ആരും ആരുടെ പേരും ജിന്നുവാദികളെന്നോ അതേപോലെയുള്ള കാര്യങ്ങൾ ഒന്നും പറയണ്ട. ഷിർക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കണ്ട. വിഷയം പറഞ്ഞോളൂ, പഠിച്ചോളൂ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു സൽക്രമമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇവിടെയും ഒരുമിച്ച് കൂടാനും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.